മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് എതിരെ ഹൈക്കോടതി. കോടതിയുടെ ഉത്തരവ് മനസ്സിലാക്കാനായില്ലേ എന്ന് കോടതി ചോദിച്ചു. മുഹമ്മദ് ഹനീഷ് കോടതിയോട് നിരുപാധികം മാപ്പ് അപേക്ഷിച്ചു. രേഖാമൂലം വിശദീകരണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മുഹമ്മദ് ഹനീഷ് ഹാജരായത്. ഡാനി പോളുണ്ട്. ഡാനി, ഹാജരാകുന്നില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കോടതിക്കറിയാം എന്ന് നേരത്തെ കോടതി തന്നെ പരാമർശിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോഴിതാ മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകുന്നു. എന്തൊക്കെയാണ് കോടതിയിൽ നടക്കുന്നത്? അഭിലാഷ, കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കേണ്ട ഘട്ടങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഒന്നല്ല, ഇതിൽ പലതവണ കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിക്കപ്പെടുകയായിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞത് ബജറ്റിന്റെ തിരക്കിലാണ് എന്നതടക്കമുള്ള ഒഴിവുകൾ പറഞ്ഞതാണ് കോടതിയെ കൂടി കുറച്ചുകൂടി പ്രകോപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് കോടതിയുടെ ഉത്തരവ് മനസ്സിലാക്കാനായില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാതിരുന്നതെന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായ ഹനീഷിനോട് ഇന്ന് കോടതി ചോദിച്ചു. ഉത്തരവ് മനസ്സിലാക്കുന്നതിൽ മുഹമ്മദ് ഹനീഷ് പരാജയപ്പെട്ടു എന്നാണ് ഇതിൽ കോടതി പറയുന്നത്. തുടർന്നാണ് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു മുഹമ്മദ് ഹനീഷ്. ഇതിൽ രേഖാമൂലം വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിൽ ഹനീഷിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി ജൂലൈ 2-നാണ് പരിഗണിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ അനുമതി ഉത്തരവ് ഹാജരാക്കാനും പുതിയ സെക്രട്ടറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് കോടതി കടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തുടർ നടപടികളിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മുഹമ്മദ് ഹനീഷ് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നേരിട്ട് ഹാജരാകുന്നത്. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതിയിൽ ഇനി സമയം അനുവദിക്കാനാവില്ലെന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ തിങ്കളാഴ്ച ഹാജരാകണം, അല്ലെങ്കിൽ കടുത്ത നടപടി വേണ്ടി വരും എന്നത് പറഞ്ഞു. ഒപ്പം പറഞ്ഞത് തന്ത്രങ്ങൾ കോടതിയോട് വേണ്ട എന്ന് കോടതി അസന്നിഗ്ധമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും എന്നതായിരുന്നു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിന്റെ പ്രോസിക്യൂഷൻ അനുമതിയുടേതടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം കോടതിയിൽ വരും ദിവസങ്ങളിൽ തന്നെ ഹാജരാക്കേണ്ടി വരികയും ചെയ്യും. അസംസ്കൃതമായ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. CBI അന്വേഷിച്ചിട്ട് ഈ കേസിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾ, പ്രോസിക്യൂഷൻ അനുമതികൾ വേണ്ടി 3 തവണയാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ അന്ന് കഴിഞ്ഞ സർക്കാർ ഇതിന് 3 തവണയും അനുമതി നൽകിയിരുന്നില്ല. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI കണ്ടെത്തിയിട്ടുള്ളതായിരുന്നു അന്ന് വാദിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. ഇതിൽ INTUC നേതാവായ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടികൾ വരുന്നത്. 2006 മുതൽ 15 വരെയുള്ള കാലയളവിലാണ് ഈ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുണ്ടായിരിക്കുന്നത്. അഭിലാഷ്. യെസ്, ഡാനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ 2006 മുതൽ 2015 വരെ ആണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് CBI കണ്ടെത്തിയത്. ഇതിൽ ആണ് പ്രോസിക്യൂഷൻ അനുമതി 3 തവണ സംസ്ഥാന സർക്കാർ നിഷേധിച്ചു. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ കോൺഗ്രസ് നേതാവ് INTUC നേതാവ് ആയിട്ടുള്ള ചന്ദ്രശേഖർ ഉൾപ്പെടെ ആണ് പ്രതികൾ. ഈ കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുന്നത് എന്നത് രാഷ്ട്രീയ വിമർശനമായി അന്ന് ചോദ്യങ്ങൾ ഉയർന്നതാണ്. പക്ഷേ പുതിയ സർക്കാർ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ നിർദ്ദേശം പാലിക്കണം എന്നതാണ് VD സതീശൻ സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കൂടി ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടും എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ കേസിലെ പ്രതികൾ എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കൂടി ഇതിനേറെ മാനങ്ങൾ കൈവരികയും ചെയ്യും. ഇനി നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.